PM ശ്രീക്ക് ശേഷം അടുത്ത മേനോൻ വിസ്മയം എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അത് BJP ഡീൽ. പക്ഷേ ഞാൻ ഒപ്പുവെച്ചാൽ അത് മേനോൻ പ്രിവിലേജ്, എനിക്കാവാം. അതേപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള അന്നത്തെ സർക്കാരിന് മുന്നിൽ വന്ന പ്രപ്പോസലിനെ സംബന്ധിച്ച് ഇതേ പൂക്കി മേനോൻ അന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ കേട്ടെ. തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. കേട്ടല്ലോ, കൊടിയ അഴിമതി, മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയ അതേ പൂക്കി മേനോൻ ഇന്നിപ്പോ മുഖ്യമന്ത്രിയായപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആളൊന്നും മാറിയിട്ടില്ല, സെയിം ദാമോദര മകൻ സതീശൻ അടിച്ച ഡയലോഗ് ഒന്ന് കേട്ടെ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. കേട്ടല്ലോ, എങ്ങനെയുണ്ട് വിസ്മയം? കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ പറയാറില്ല ഈ അപ്പക്കാണലിസം. എന്താണോ അപ്പക്കാണുന്നത് അതിനെ എന്താക്കി വിളിക്കുന്ന ഒരു രീതി എന്ന് പറയാറില്ലേ, അതുപോലെയാണോ ഇത്? അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കുറ്റം പറയണം, ഇന്നത്തെ സാഹചര്യത്തിൽ അതെല്ലാം നമ്മൾ എടുക്കണം, കിട്ടണത് പെട്ടിയിലോട്ട് വാങ്ങിക്കണം. കർണാടക മദ്യലോബിയുമായിട്ട് മേനോൻ കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ്. എക്സൈസ് മന്ത്രി പോലും അറിയാതെ എക്സൈസ് നയം പോലും സർക്കാർ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നയമില്ലാതെ സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് ഒഴുക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ താല്പര്യം എന്താണ്? സംസ്ഥാനത്തിന് വേണ്ടി അല്ല, അപ്പോൾ മറ്റാർക്കോ വേണ്ടിയാണ്. ആ മറ്റാർക്കോ വേണ്ടി അത്രയും വലിയ ഉദാര സമീപനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മേനോന് കിട്ടിയിരിക്കുന്ന സഹായം, അഥവാ മേനോന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന പെട്ടിയിലേക്ക് എത്ര വന്ന് വീണു എന്നാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. എന്തായാലും ഇന്നലകളിൽ ഇതിനെ എതിർത്ത വ്യക്തി ഇന്ന് ഒന്നും അറിയാത്തതുപോലെ ബജറ്റിലൂടെ ആനുകൂല്യം പ്രഖ്യാപിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ആരുമായിട്ടുള്ള കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ടതുണ്ട്.